ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ എല്ലാവർക്കും മനസ്സിലായിക്കാണ് നമ്മൾ വെഡ്ഡിങ് ഡ്രസ്സ് എടുക്കാനായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ ആറ്റിങ്ങലാണ് പോകുന്നത്. ആറ്റിങ്ങൽ നമ്മൾ കുറേ കടകൾ 2-3 ദിവസം മുമ്പ് പോയി നോക്കി കേട്ടോ. അപ്പോൾ നമുക്ക് പോയി നോക്കിയാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കടയിലാണ് നമ്മൾ പോകുന്നത്. ഏത് കടയിലാണെന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ കഴിയുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഞാനുണ്ട്, താത്തമുണ്ട്, പിന്നെ നമ്മൾ നാത്തൂന് ബ്രദറിൻ്റെ വെഡ്ഡിങ് ആണ് കേട്ടോ. അപ്പോൾ നാത്തൂനെ കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്യാം, അവിടെ കളറിന് ചേരുന്നതും അവൾക്കുള്ള സൈസിനൊക്കെ ചേരുന്നതൊക്കെ നോക്കി എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ നമ്മളിപ്പം ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ ആ വീഡിയോസ് ഇടാൻ കുറച്ച് ലേറ്റായിപ്പോയി, എഡിറ്റ് ചെയ്യാനൊക്കെ കുറച്ച് താമസം വന്ന്. പിന്നെ നമ്മൾ ആ വെഡ്ഡിങ് കഴിഞ്ഞ് കേട്ടോ. അപ്പോൾ എന്നാലും വീഡിയോ എഡിറ്റ് ചെയ്ത് ഇടാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നതായിരിക്കും. അതിന് മുന്നേ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ ബെൽ ബട്ടനും കൂടെ ഒന്ന് പ്രസ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ അന്തുക്കുട്ടനും ഉണ്ട് കേട്ടോ. അന്തുക്കുട്ടൻ ഉമ്മാരെ കയ്യിരുന്ന് വണ്ടി കയറിയപ്പോഴേ ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ എത്താറായിട്ടുണ്ട്. നമ്മൾ പോകുന്നത് ആറ്റിങ്ങലാണ് കേട്ടോ. ആറ്റിങ്ങലാണ് പോകുന്നത്. അവിടെ ബ്ലോക്ക് എത്തിയിട്ടുണ്ട്. കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്ന്. പിന്നെ നമ്മളൊരു അങ്കിളിൻ്റെ വണ്ടി വിളിച്ചാണ് കേട്ടോ പോകണം. നമ്മൾ സ്ഥിരം വിളിക്കുന്ന വണ്ടിയാണ്. അപ്പോൾ ഈ വണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ എല്ലാവരും വണ്ടി വിളിച്ചാൽ അവർക്ക് ഭയങ്കര വെയിറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരിക്കും, ഭയങ്കര തിരക്കായിരിക്കും. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ, കൂടിപ്പോയാൽ ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ പോകാമെന്ന് പറയും. പക്ഷേ ഈ ഒരു അങ്കിളെന്ന് വെച്ചാൽ ഭയങ്കര ക്ഷമയുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വണ്ടികൾ വിളിച്ച് പോയിട്ടുണ്ട്. അപ്പോൾ വണ്ടി വിളിച്ച് പോണവർക്ക് അറിയായിരിക്കും. അപ്പോൾ ഹോസ്പിറ്റൽ കേസിന് പോയാൽ പോലും ഇങ്ങനെ വെയിറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അത് ഒരുപക്ഷെ വെയിറ്റ് ചെയ്താലും അതിൻ്റെ ഡബിൾ ചാർജ് വാങ്ങും. പക്ഷേ ഈ ഒരു അങ്കിൾ എന്ന് വെച്ചാൽ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മളെ കൂടെ, നമ്മളെ വീട്ടിലുള്ള ഒരാളിനെ പോലെ തന്നെ നമ്മളെ കൂടെ എല്ലാത്തിനും വരികയും വെയിറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യും കേട്ടോ. നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ നമ്മൾ കടയിലെത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ആറ്റിങ്ങൽ വെഡ്ലാൻഡാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ 2-3 കടയിൽ കയറിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നല്ല കളക്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ ബാക്കി കടകളെ കുറ്റം പറയുന്നതല്ല, പക്ഷേ എല്ലാത്തിനേക്കാളും കയറി നോക്കിയതിൽ വെച്ച് നല്ല വെറൈറ്റി കളക്ഷൻസും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ തന്നെ ഫിക്സ് ചെയ്ത് ലാസ്റ്റ്. അപ്പോൾ നമ്മൾ അകത്ത് ആദ്യം കയറി ആ ഒരു ഡിസ്പ്ലേ ഒക്കെ കണ്ടപ്പോൾ തന്നെ നല്ല ഇഷ്ടപ്പെട്ട്. അറബിക് ലാച്ച, ലെഹങ്ക, സാരി, അങ്ങനെ ഇഷ്ടം പോലെ മോഡൽ, ദാവണി, അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റൈലിലുള്ളത് വെസ്റ്റേൺ ആയാലും മോഡേൺ ആയാലും ഏത് ഡ്രസ്സായാലും എങ്ങനത്തെ ഡ്രസ്സായാലും ഇവിടെ കിട്ടും. നല്ല അഫോർഡബിൾ റേറ്റിൽ കിട്ടും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഓരോരുത്തർക്ക് ഓരോ സെയിൽസ് ഗേളിനെ തരുമല്ലോ, അതിനായിട്ട് നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ്. അപ്പോൾ എല്ലാവരും അവിടെയൊക്കെ ഇരിക്കുകയാണ്. ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് നമുക്കുള്ള നമ്മൾ ഓരോ കസ്റ്റമറിനെ ഓരോരുത്തർ തരുമല്ലോ, നമുക്കൊരു ചേച്ചി വന്നത് കേട്ടോ. എന്നിട്ട് നമ്മളത് സെക്കൻഡ് ഫ്ലോറിലോട്ട് പോവാണ്. വെഡ്ഡിങ് ഡ്രസ്സൊക്കെ സെക്കൻഡ് ഫ്ലോറിലാണെന്ന് പറഞ്ഞ്. അപ്പോൾ ആദ്യം തന്നെ വെഡ്ഡിങ് ഡ്രസ്സ് എടുത്തിട്ട് ബാക്കിയുള്ളവർക്ക് എടുക്കാമെന്ന് വിചാരിച്ച്. അതാകുമ്പോൾ പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. അതല്ലേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതാണ് നല്ല അടിപൊളി കളക്ഷനൊക്കെ ഉണ്ടാകുന്നൊക്കെ നോക്കി പെട്ടെന്ന് ഒരുപാട് സമയമെടുത്ത് എടുക്കാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ അങ്ങോട്ടാണ് പോകുന്നത്. ഈ പോണ ആ ഒരു ഫ്ലോറിൽ കുട്ടികളുടെ ഡ്രസ്സായിരുന്നു കേട്ടോ. അതും അടിപൊളി ഫ്രോക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മളെ വെഡ്ഡിങ് ഡ്രസ്സിൻ്റെ ആ ഒരു സെക്ഷൻ. അപ്പോൾ അവിടെ നമ്മൾ വന്നപ്പോഴത്തേക്ക് അവിടെ ഓപ്പൺ ചെയ്തില്ലായിരുന്നു, അവിടുത്തെ സ്റ്റാഫുകളൊന്നും വന്നില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ അവിടുത്തെ ലെഹങ്കകളെ എല്ലാം ഇങ്ങനെ ഓരോ ധാവണികൾ, അറബിക് ലാച്ച എല്ലാം ഇങ്ങനെ ഡിസ്പ്ലേ ഉണ്ടായിരുന്നു. എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ട് വീഡിയോ എടുത്തുകൊണ്ടൊക്കെ നിൽക്കുകയായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് സ്റ്റാഫൊക്കെ വന്നത്. അപ്പോൾ കണ്ടല്ലോ, ഏത് റേറ്റിനുള്ള 5000 മുതൽ ഏത് റേറ്റിന് അങ്ങ് മുകളിലോട്ട് ഏത് റേറ്റിന് വേണമെങ്കിലും ഉണ്ട്. അടിപൊളി കളേഴ്സുണ്ട്, അതുപോലെ അടിപൊളി മോഡലുണ്ട്, നല്ല ട്രെൻഡായിട്ടുള്ള ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നാത്തൂന് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ ആദ്യം അവൾ പറഞ്ഞത് ചില്ലി റെഡ് വേണമെന്നാണ്. അപ്പം ചില്ലി റെഡ് നമ്മൾ ആദ്യം നോക്കി. ചില്ലി റെഡിലുള്ള 2-3 നമ്മൾ നോക്കി. അപ്പോൾ അത് അവർ നമുക്ക് സെറ്റ് ചെയ്ത് തന്ന് ഇട്ട് നോക്കിയപ്പോൾ കൊള്ളാം. ഇത് ലെഹങ്കയാണ്. ഇതെന്ന് വെച്ചാൽ സ്റ്റിച്ചഡ് അല്ല, ഉടുപ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. പിന്നെ രണ്ടാമതായി ഈ ഒരു കളർ എടുത്ത്, ഇതൊരു പീക്കോ ബ്ലൂ
ഒരു വെറൈറ്റി ആണെന്ന് പറഞ്ഞ് ഇപ്പോൾ വന്ന വെറൈറ്റിയാണ് ഇത്. ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഫുൾ സ്റ്റിച്ചഡ് ആണ്. നമ്മളിനി ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് ഷേപ്പ് അടിച്ചു കൊടുത്താൽ മാത്രം മതി, ഉടുപ്പൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട. മറ്റേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ അതാണ്. പിന്നെ അഡീഷണൽ നമ്മൾ പൈസ കൊടുക്കണ്ട. അതിൻ്റെ തന്നെ വേറൊരു കളറാണ് ഇത്, ഒനിയൻ പിങ്ക്. പിന്നെ വെൽവെറ്റാണ് കേട്ടോ, ഫുൾ വെൽവെറ്റാണ്. നല്ല അടിപൊളി വർക്കും നല്ല അവിടെയുള്ള എല്ലാവർക്കും, എല്ലാ സ്റ്റാഫിനും ഇഷ്ടപ്പെട്ടു. അവരെല്ലാവരും ഇത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതിടെന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ നമ്മൾ പിന്നും 5-6 നോക്കി, എല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ അതാ ഈ ഒരു ഗ്രീൻ. അപ്പോൾ നമ്മൾ ഇതിലൊരു നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സുണ്ട്, അത് ഏതാണെന്ന് ലാസ്റ്റ് പറയാം. അതിനുശേഷം എന്താ ഇത് അറബിക് ലാച്ച നമ്മൾ ഫംഗ്ഷൻ ഇടാൻ വേണ്ടി നോക്കിയതാണ്. അങ്ങനെ വെഡ്ഡിങ്ങിനുള്ളതെല്ലാം ഒരുവിധം എടുത്ത് നമ്മളെ സോലിക്കുട്ടിക്ക് ഫ്രോക്ക് നോക്കിയതാണ് കേട്ടോ. ഇപ്പോൾ നോക്കിയപ്പോൾ ഭയങ്കര ഇറക്കമായതുകൊണ്ട് ഞാൻ പറഞ്ഞു വേണ്ടെന്ന്, വലിയ കുട്ടികളെ കണക്കിരിക്കും. പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഇതുപോലെ എയർ ഹോസ്റ്റൽസിൻ്റെ ഒരു ഡ്രസ്സ്, അപ്പോൾ ഇത് എനിക്ക് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഇതിന് എന്തോ ഒരു പേരുണ്ട് കേട്ടോ, പേരെന്തരാണെന്നോ മറന്നുപോയി. അപ്പോൾ ഇതിനകത്തൊരു വെള്ള ഇന്നറുണ്ട്. അപ്പോൾ അവരത് ഇട്ട് വെക്കാൻ തരൂല, കാരണം വല്ല അഴുക്കാണ് പറ്റിയാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റൂല. അതുകൊണ്ട് ഈ ബ്ലാക്ക് കോട്ട് മാത്രം ഇട്ട് നോക്കി. അത് ഇട്ടപ്പോൾ തന്നെ നല്ല ലുക്കായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു, മോൾക്ക് നല്ല ചേരുന്നുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഇട്ട് ഇങ്ങനെ നോക്കി. അപ്പം നമ്മൾ സോൽക്കുട്ടിക്ക് ഇത് തന്നെ ഫിക്സ് ചെയ്തിട്ടെ, എപ്പോഴും ഫ്രോക്കും ലാച്ചയും അങ്ങനെയൊക്കെ ഉള്ളതെല്ലാം എടുക്കണം, ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മൾ ഇത് തന്നെ ഫിക്സ് ചെയ്ത്. അത് കഴിഞ്ഞ് നമ്മൾ ഉച്ചയായി 1 മണി ആയപ്പോഴത്തേക്ക് അവിടെ ആറ്റിങ്ങൽ തന്നെ നമ്മളൊരു കടയിൽ ഫുഡ് കഴിക്കാൻ പോയതാണ്. ഒരു രക്ഷയില്ല കേട്ടോ, കടയുടെ പേര് ഞാൻ മറന്നുപോയി. അടിപൊളി ഫുഡായിരുന്നു. ഊണുണ്ട്, അതുപോലെ ബിരിയാണി ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഊണൊക്കെയാണെന്ന് വെച്ചാൽ അടിപൊളി നല്ല നാടൻ ഊണ്, വാഴ ഇലയിൽ കറികളൊക്കെ ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഊണായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ നമ്മളിത് ആ വെഡ്ലാൻഡിൽ വന്ന് നമ്മൾ രാവിലെ 9 മണിക്ക് പോയിട്ട് 5 മണിക്കാണ് കേട്ടോ തിരിച്ചു വന്നത്. അപ്പോൾ അത്രയും നേരത്തെ വെയിറ്റിംഗും ഉണ്ടായിരുന്നു, അത്രയും നേരത്തെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും അറിയാമല്ലോ, വെഡ്ഡിങ് ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോഴത്തേക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പിന്നെ നമ്മളെ അന്തക്കുട്ടനെ കൊണ്ടാണ് പോയത്, അതേ ഉള്ളായിരുന്നു കുറച്ച് വിഷമം. കാരണം വേറൊന്നുമല്ല, പൊടി കുഞ്ഞായതുകൊണ്ട് തന്നെ ഭയങ്കര നിർബന്ധമായിരുന്നു. അവന് കറക്റ്റ് സമയത്ത് ഉറക്കമൊന്നും കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര നിർബന്ധമായിരുന്നു. കുറച്ച് നേരം ഒന്ന് ഉമ്മാരെ കയ്യിൽ നിന്ന് ഉറങ്ങിയ സമയത്ത് നമ്മൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്താണ്. അപ്പോൾ പിന്നെ വീഡിയോസൊക്കെ എടുത്ത് റീലൊക്കെ എടുത്ത് അങ്ങനെയൊക്കെ നിന്ന് എന്നിട്ട് കുറേ നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ അന്തക്കുട്ടൻ്റെ മാമിയുടെ കയ്യിൽ കൊടുത്തേട്ടാ. അപ്പോൾ ആരുടെ കയ്യിലാണ് ഇരിക്കണേന്ന് അറിയാതെ ഇങ്ങനെ ഇരിക്കണം ഒരാൾ. അപ്പം ഞാൻ കാണാതെ ഇങ്ങനെ വീഡിയോ എടുക്കണേ. അവൻ മുഖം കണ്ടാൽ ചിലപ്പോൾ കരയും, എന്നെ കണ്ടാൽ ആരടുത്തിരുന്നാലും എന്നെ കണ്ടാൽ പിന്നെ അവന് എൻ്റെ അടുത്ത് വരണം, അപ്പോൾ അതിനു വേണ്ടി കരയും. അപ്പോൾ പിന്നെ ഇച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മാമിയായിട്ടൊക്കെ ഇച്ചിരിയൊക്കെ കൂട്ടായി, കുറച്ച് നേരമൊക്കെ പോവുകയൊക്കെ ചെയ്തേ. കുറേ നേരം കണ്ടപ്പോഴത്തേക്ക് അങ്ങനെ നമ്മൾ അന്തക്കുട്ട ഒരുവിധം ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. നമ്മളവിടുത്തെ സ്റ്റാഫിന് എല്ലാവർക്കും നമ്മൾ അന്തക്കുട്ടനെ ഇഷ്ടപ്പെട്ടു, വേറൊന്നും കൊണ്ടല്ല, ഭയങ്കര വിരുവിരിപ്പായിരുന്നു, കയ്യിലിരുന്നില്ല, ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഈ കാണുന്നത് നമ്മൾ ആൺകുട്ടിയൊക്കെ എടുത്തതാണ്, കുർത്തയാണ്, ബ്ലാക്ക് ഒരു ജുബ്ബയും വെള്ള പാൻറ്റും വന്നിട്ടുള്ളത്. അപ്പോൾ അതാണ് ആൺകുട്ടിയൊക്കെ എടുത്തത്. പിന്നെ നമ്മൾ അന്തക്കുട്ടൻ നിർബന്ധം കാരണം ഞാൻ കുറച്ച് വെളിയിലോട്ടൊക്കെ കൊണ്ടുവന്ന് കുറച്ച് വണ്ടികളും അതുപോലെ ലൈറ്റും പൂവൊക്കെ കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഉറങ്ങിയൊക്കെ എണീച്ച് ഭയങ്കര നിർബന്ധമായിട്ടിരുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് വെളിയിലോട്ട് കൊണ്ടുവന്നത്. പിന്നെ ആ സമയത്ത് നമ്മൾ അന്തക്കുട്ടന് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഇങ്ങനെയൊക്കെ ഇരുന്ന് ചിരിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ആളുടെ മുഖത്ത് വലിയ ചിരിയൊന്നും അങ്ങനെ വരുന്നില്ല, കരച്ചിലാണ് വരുന്നത്. ഇങ്ങനെ ഇക്കാക്ക ഇങ്ങനെ പറയണം മക്കളെ ചിരി എന്നൊക്കെ പറഞ്ഞു, എന്നിട്ട് ഒരു രക്ഷയില്ല, അവൻ കരയാനാണ് പോകുന്നത്. അത് നമ്മളെ സാബിത്തിൻ്റെയും സുഫിയാൻ്റെയും അവിടെ നിൽക്കുന്ന വീഡിയോസൊക്കെ എടുത്ത് അങ്ങനെ സമയം കിട്ടിയ സമയത്ത് നമ്മൾ എല്ലാവരെയും വീഡിയോസൊക്കെ ഒന്നെടുത്ത്. പക്ഷേ നമ്മളെ സോലിക്കുട്ടി മാത്രം വന്നില്ല കേട്ടോ, അവൾക്ക് ഭയങ്കര ചമ്മലായിരുന്നു. അതുപോലെ ഒരു ഫോൺ കിട്ടിയായിരുന്നു, പിന്നെ വേറെ ഒന്നും വേണ്ട, ഫോൺ കിട്ടിയാൽ പിന്നെ ഈ ലോകമായിട്ട് ഒരു ബന്ധമില്ലല്ലോ, അതുകൊണ്ട് അതിൽ ലയിച്ച് അങ്ങ് ഇരിക്കുകയായിരുന്നു. ഇതെന്ന് വെച്ചാൽ ഫ്രണ്ടിൽ വെച്ചിരുന്ന ഡിസ്പ്ലേ ആണ് കേട്ടോ, അടിപൊളി ഒരു ലെഹങ്കയായിരുന്നു കേട്ടോ, അടിപൊളി ലെഹങ്കയായിരുന്നു. എത്ര ഭയങ്കര റേറ്റായിരുന്നു കേട്ടോ, അതിൻ്റെ റേറ്റ് മറന്നുപോയി. അപ്പോൾ നമ്മൾ എല്ലാവരും ഏകദേശം പർച്ചേസ് ചെയ്ത് കഴിഞ്ഞ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ അവിടെ എമൗണ്ട് 30,000, 50,000, 1,00,000 അങ്ങനെ പല റേറ്റിന് എടുക്കുന്നവർക്ക് ഗിഫ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊന്നും നമ്മൾ അറിഞ്ഞൊന്നുമില്ല, ലാസ്റ്റാണ് അറിയുന്നത്, ബില്ലിംഗ് സെക്ഷനിൽ വന്നപ്പോഴാണ് അത് അറിയുന്നത്. അപ്പോൾ നമുക്ക് ഒരു വാഷിംഗ് മെഷീൻ ഗിഫ്റ്റായിട്ട് കിട്ടിയിട്ട്, വാഷിംഗ് മെഷീൻ, TV, ഫ്രിഡ്ജ്, അതുപോലെ മിക്സി, അങ്ങനെ പല സാധനങ്ങളായിരുന്നു അവർ ഗിഫ്റ്റായിട്ട് വെച്ചിരുന്നത്. നമുക്ക് വാഷിംഗ് മെഷീനാണ് കിട്ടിയത്.
അപ്പോൾ അത് തരുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് അവിടുത്തെ മാനേജറും എല്ലാവരും കൂടെ തന്നെ നമ്മളെ വണ്ടിയിൽ വാഷിംഗ് മെഷീനൊക്കെ എടുത്തുകൊണ്ട് വെച്ച് നമ്മളെല്ലാ കാര്യങ്ങളും നോക്കിയ ചേച്ചിയാണ് കേട്ടോ ഈ നിൽക്കുന്ന. പേര് മറന്നുപോയി, കാരണം വീഡിയോ എഡിറ്റ് ചെയ്തിടാൻ കുറച്ച് ലേറ്റായി പോയതുകൊണ്ടേ പേരൊക്കെ മറന്നുപോയി. അപ്പോൾ പിന്നെ അവിടുത്തെ കസ്റ്റമർ സർവീസിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. നല്ല സ്നേഹമായിരുന്നു എല്ലാവരും. ഇങ്ങനെ നമുക്ക് എടുത്തിട്ട് തരണേലൊന്നും അങ്ങനെ ഒരു മടിയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പിന്നെ നമ്മൾ ഈ വാഷിംഗ് മെഷീൻ്റെ ഗ്യാരണ്ടി പേപ്പറും വാറണ്ടി പേപ്പറൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്ത് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലും അതിലൊരു നമ്പർ എടുത്തിട്ടുണ്ട്, ആ നമ്പറിൽ വിളിച്ചാൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ ഗോപു നന്ദിലത്ത് ജി മാർട്ടിൽ നിന്നാണ് വാങ്ങിച്ചാൽ നേരിട്ട് അവിടെ കൊണ്ട് കൊടുത്താലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ഗിഫ്റ്റിനെ കുറിച്ചിട്ടുള്ള ഡിസ്പ്ലേ ഒന്നും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല. അതുപോലെ ഒന്നിലും ഇതിൻ്റെ പരസ്യങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ലാസ്റ്റ് ബില്ലിംഗ് സെക്ഷനിൽ വന്നപ്പോഴാണ് നമ്മൾ തന്നെ അറിഞ്ഞത്. നമ്മൾ തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനെയുള്ളൊരു അത് അവർ തന്നെ പറയുന്നുണ്ട്. നമ്മൾ ഈ ഒരു ഇതിനെ കുറിച്ചിട്ട് ഒരു ടി വിയിലോ അല്ലാതെ ഒരു സോഷ്യൽ മീഡിയയിലോ ഒന്നിലും നമ്മൾ പരസ്യം ചെയ്തിട്ടില്ല. ഇവിടെ കയറുന്നവർക്ക് നമ്മൾ ഒരു സന്തോഷം, അവിടുത്തെ എത്രയോ വാർഷികം അങ്ങനെ എന്തോ അങ്ങോട്ടായിരുന്നു, അതിൻ്റെ ഭാഗമായിട്ട് തന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം പർച്ചേസ് ചെയ്ത് ഇനി പോവുകയാണ്. അപ്പോൾ ഇനി അടുത്ത ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. ഇതിൻ്റെ ഷോർട്ട് വീഡിയോകൾ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ കയറി കാണണം. അതുപോലെ നമ്മളെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 5:30-6 മണി ആയിട്ടോ നമ്മളെ പർച്ചേസിങ് കഴിഞ്ഞപ്പോൾ. ഈ ഒരു അങ്കിളാണ് കേട്ടോ നമ്മളെ വണ്ടിയുടെ ഡ്രൈവർ. അപ്പോൾ ഇനി നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളത് കഴിഞ്ഞ്, പക്ഷേ ഇനി ബ്രദറൊക്കെ വരാറുണ്ട് ഗൾഫിൽ നിന്ന്. അവനിക്കും മച്ചാക്കും എല്ലാവർക്കും ഇനി വന്നതിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ അത് അവർ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ വന്ന് എടുക്കും. നമ്മളെടുത്താൽ ചിലപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ, അതുപോലെ വെഡ്ഡിങ് ഡ്രസ്സല്ലേ, ഓരോരുത്തർക്കും ഓരോ രീതിയിലുള്ളത് വേണമെന്നൊക്കെ കാണുമല്ലോ, ആഗ്രഹങ്ങൾ കാണുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അത് ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം പോയി എടുക്കാമെന്നാണ് തീരുമാനം. അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിട്ടാണ്. നമ്മുടെ സാബിത്താണ് ഫ്രണ്ട് ഇരുന്നത്. ഡ്രൈവർ അങ്കിള് വണ്ടി ഓട്ടിക്കുന്ന അതേപോലെ നോക്കി ഓടിച്ചുകൊണ്ടിരിക്കണം. അവന് ഭയങ്കര ഇഷ്ടമാണ് വണ്ടി ഓട്ടിക്കാൻ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ, അസ്സലാമു അലൈക്കും.